കേരളത്തെ നടുക്കിയ വാൽപ്പാറ അപകടത്തിന്റെ നടുക്കം ഇപ്പോഴും മലയാളികളുടെ ഉള്ളിലുണ്ട്. 9 ജീവനുകളാണ് ആ മലയിടുക്കിൽ പൊലിഞ്ഞത്. ഈ ദുരന്തം ഒരാഴ്ച മുൻപേ ഒരാൾ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും വാഹനത്തിന്റെ നമ്പർ സഹിതം. പത്തനംതിട്ട സ്വദേശിനിയായ മായ മോഹനൻ എന്ന യുവതിയുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വൈറലായതിന്റെ പിന്നാലെ മായ നൽകിയ അഭിമുഖത്തിൽ 2 പ്രവചനങ്ങൾ കൂടി നടത്തിയിരുന്നു. ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം ആ പ്രവചനം സത്യമായി. നമ്മുടെ നാട്ടിലല്ലാത്ത ഒരു സ്ഥലത്ത് വാൽപ്പാറ അപകടം പോലെ ട്രാവലർ അല്ല, ഒരു വലിയ ബസ് പുറകോട്ട് പോയി മറിഞ്ഞ് 16 പേർ മരിക്കുന്നു എന്നായിരുന്നു ഏപ്രിൽ 19 അവർ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. 20-ാം തീയതി ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 14 പേർ മരിച്ചതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. രാംനഗറിൽ നിന്ന് ഉദ്ധംപൂരിലേക്ക് പോകുകയായിരുന്ന ബസ് കനോട്ടെ ഗ്രാമത്തിന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത്. മലയോര പാതയിലെ കുത്തനെയുള്ള വളവ് തിരിയുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായി ബസ് ഏകദേശം 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. എന്നാൽ ഇതുകൊണ്ടും തീരുന്നില്ല മായയുടെ പ്രവചനം. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം ഒരു കുട്ടി അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മായയുടെ പുതിയ പ്രവചനം. 3 പേർ വെള്ളത്തിൽ വീഴുമെന്നും അതിലൊരു ചെറിയ കുട്ടി അപകടത്തിൽപ്പെടുമെന്നും താൻ ടെലിപ്പതിയിലൂടെ കണ്ടു എന്ന് മായ പറയുന്നു. ഇക്കാര്യം അധികൃതരെ അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ. പത്തനംതിട്ട സ്വദേശിനിയായ മായ മോഹനൻ ഒരു സാധാരണക്കാരിയല്ല. ഗവൺമെന്റ് പ്രൊജക്ട് കോർഡിനേറ്ററായും സൈക്കോളജിസ്റ്റായും പ്രവർത്തിക്കുന്ന ഇവർ പാരാസൈക്കോളജിയിൽ ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ്. തന്റെ പ്രീ കോഗ്നിഷൻ ടെലിപ്പതി വഴി അപകടം ഒരാഴ്ച മുൻപേ താൻ കണ്ടു എന്നാണ് മായ അവകാശപ്പെടുന്നത്. മായ ഒരാഴ്ച മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞ് 3 കുട്ടികൾ അടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നതായി കാണുന്നു. പോകുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരുന്നു പോസ്റ്റ്. ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അപകടത്തിൽപ്പെട്ട ട്രാവലറിന്റെ നമ്പറും മായയുടെ സ്കൂട്ടറിന്റെ നമ്പറും ഒന്നായിരുന്നു, 7288. വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലാണ് മായയുടെ പ്രവചനങ്ങൾ. മുൻപ് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഷിരൂരിലെ അർജുന്റെ തിരോധാനത്തെക്കുറിച്ചും കർണാടകയിലെ ശ്രീനന്ദിയുടെ തിരോധാനത്തിന് ശേഷം കുട്ടി ജീവനില്ലെന്ന സൂചനകളും താൻ നൽകിയിരുന്നതായും മായ പറയുന്നുണ്ട്. MSW ബിരുദാനന്തര ബിരുദധാരിയായ ഇവർക്ക് കുട്ടിക്കാലം മുതലേ ഇത്തരം പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് താൻ ഇത്തരം തോന്നലുകൾ തുറന്നു പറയുന്നതെന്നും യാതൊരു പേടിയും ആർക്കും വേണ്ട എന്നും മായ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ വെറും യാദൃശ്ചിതങ്ങളാണോ, അതോ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത സത്യങ്ങളാണോ? കേൾക്കുന്നവർ അത്ഭുതപ്പെടുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് മാത്രം അവർ പറഞ്ഞു വെക്കുന്നു. ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനാണ് താൻ ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് മാത്രമാണ് മായ പറയുന്നത്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.